ഇനി നമുക്ക് പഴം വെച്ചിട്ട് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടി പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കാം. നമുക്ക് നേന്ത്രപ്പഴം അല്ലാത്ത ഏത് പഴം വേണമെങ്കിലും നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. മിക്സിയിലിട്ട് ഒരിക്കലും അടിക്കരുത്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അരിപ്പൊടി, 1 കപ്പ് തേങ്ങ, 1 നുള്ള് ഉപ്പ്, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ വരെ ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരം. ഇനി കളറിന് ആവശ്യമായിട്ട് അല്പം മഞ്ഞൾപ്പൊടി. ഇത് നമുക്ക് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 1 നുള്ള് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ശർക്കര പാനി ഉരുക്കി അരിച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറേശ്ശെയായിട്ടിത് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഉണ്ടാക്കുമ്പോൾ വെള്ളം കൂടുതലാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ബാറ്റർ ഒരുപാട് ലൂസായി പോകും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ചുട്ടെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. നമുക്കൊരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചൂടായ എണ്ണയിലേക്ക് ഓരോ സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ടോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എങ്കിലേ നമ്മളിതിൻ്റെ ഉൾവശം എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. ഒരു വശം മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് മുങ്ങിക്കിടക്കാനുള്ള ഓയിൽ നമ്മൾ എടുക്കണം. പഴമൊക്കെ അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ സ്നാക്കാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് കൂടിയാണിത്. ഇതിൻ്റെ ഉൾഭാഗം വളരെയധികം സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിത് മുറിച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.